സ്വതന്ത്രന്മാരെ മുൻനിർത്തി മലപ്പുറം പിടിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര പരീക്ഷണം തുടർക്കഥയാകുന്നു. പാർട്ടി ചിഹ്നത്തിൽ വിജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് സ്വതന്ത്രന്മാരെ ഇറക്കി LDF പരീക്ഷണം നടത്തുന്നത്. ഇത് വിജയം കാണുമോ? 2 പതിറ്റാണ്ട് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരംഭിച്ച പൊതു സ്വതന്ത്രന്മാർ എന്ന പരീക്ഷണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും നടപ്പിലാക്കുന്നത്. 2001 വിജയം കണ്ട ഈ പരീക്ഷണം ഇത്തവണയും വിജയിക്കുമോ എന്നാണ് ഇടതുപക്ഷം ഉറ്റുനോക്കുന്നത്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ഞളാംകുഴി അലിയെ മങ്കടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയാണ് ഇടതുമുന്നണി പരീക്ഷണം തുടങ്ങിയത്. അന്ന് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് അലിയെ പരാജയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ അലിയെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷം പരീക്ഷണം ആവർത്തിച്ചു, വിജയിക്കുകയും ചെയ്തു. ലീഗിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയുടെ തുടക്കമായിരുന്നു അത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ലീഗുമായി ഇടഞ്ഞ KT ജലീലിനെ സ്വതന്ത്രനായി ഇടതുപക്ഷത്തിന് ലഭിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ മങ്കടയിൽ മഞ്ഞളാംകുഴി അലി വിജയം ആവർത്തിച്ചപ്പോൾ കുറ്റിപ്പുറത്ത് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് KT ജലീൽ പുതിയ രാഷ്ട്രീയ ചരിത്രമെഴുതി. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പൊന്നാനി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ ഇടതുമുന്നണി രംഗത്തിറക്കിയത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവേശമുയർത്തിയെങ്കിലും ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ ഹുസൈൻ രണ്ടത്താണിയെ പരാജയപ്പെടുത്തി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ KT ജലീലിനെയും ഏറനാട് മണ്ഡലത്തിൽ PV അൻവറിനെയും പിന്തുണച്ച് ഇടതുമുന്നണി പരീക്ഷണം തുടർന്നു. ഏറനാട് മണ്ഡലത്തിൽ CPIയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോഴാണ് CPM സ്വതന്ത്രനായ അൻവറിനെ പിന്തുണച്ചത്. അൻവർ ഇവിടെ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുറഹ്മാനെ രംഗത്തിറക്കിയാണ് ഇടതുപക്ഷം സ്വതന്ത്ര പരീക്ഷണം ആവർത്തിച്ചത്. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ V അബ്ദുറഹ്മാനെ വീണ്ടും പരീക്ഷിച്ചു വിജയിക്കുകയും ചെയ്തു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സ്വതന്ത്രന്മാരെ രംഗത്തിറക്കി ഇടതുമുന്നണി UDF-ന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയത്. തവനൂരിൽ KT ജലീൽ, തിരൂരിൽ ഗഫൂർ P ലില്ലീസ്, താനൂരിൽ V അബ്ദുറഹ്മാൻ, കോട്ടക്കലിൽ NA മുഹമ്മദ് കുട്ടി, തിരൂരങ്ങാടിയിൽ നിയാസ് പുളിക്കലകത്ത്, നിലമ്പൂരിൽ PV അൻവർ എന്നിവരെയാണ് ഇടതുപക്ഷം സ്വതന്ത്രരായി രംഗത്തിറക്കിയത്. ഇതിൽ KT ജലീൽ, PV അൻവർ, അബ്ദുറഹ്മാൻ എന്നിവർ വെന്നിക്കൊടി പാറിച്ചു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്കാനാകാത്ത മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ നേടാൻ കഴിയുന്ന പൊതു സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കുക എന്ന ഇടതു തന്ത്രം മലപ്പുറത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. പരീക്ഷണത്തിന് തുടക്കം കുറിച്ച മഞ്ഞളാംകുഴി അലി ഇന്ന് ഇടതുമുന്നണി വിട്ട് ലീഗിനൊപ്പമാണെങ്കിലും അലി തുടങ്ങിവെച്ച പരീക്ഷണത്തിലൂടെ ഒട്ടേറെ MLA-മാരെ വിജയിപ്പിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. പാർലമെന്റിൽ ഇതുവരെ ഈ പരീക്ഷണം വിജയിച്ചിട്ടില്ല. ഈ തന്ത്രം ഇത്തവണ പൊന്നാനിയിൽ പരീക്ഷിക്കുമ്പോൾ PV അൻവർ വിജയം കാണുമെന്നാണ് ഇടതു നേതൃത്വം പ്രതീക്ഷിക്കുന്നത്.